വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? 23 പേര് എവിടെന്നാ വന്നത്? Sir. ഹോം മിനിസ്റ്റർ എന്നെയാ ചീത്ത വിളിക്കുന്നത്. സർ അത് നമുക്കൊരു സസ്പെക്ട് ഉണ്ട്. നമ്മൾ ഉടനെ ആളെ പിടികൂടും. ഒന്ന് പെട്ടെന്നാവട്ടെ. ഓക്കെ സർ. എന്റെ പ്രഷർ തനിക്ക് മനസ്സിലാവണുണ്ടോ? ഒരു കിഡ്നാപ്പ് കേസ് താൻ 23 കിഡ്നാപ്പ് കേസാക്കി മാറ്റിയിരിക്കുക. തന്റെ റിട്ടയർമെന്റ് പാർട്ടി പ്രമാണിച്ച് താൻ ബിസിയാണെങ്കിൽ പറഞ്ഞോളൂ, ഞാനിത് വേറെ ആർക്കെങ്കിലും അസൈൻ ചെയ്തോളാം. വേണ്ട സാറേ, ഞാൻ തന്നെ സോൾവ് ചെയ്യാം. എന്ത് സോൾവ് ചെയ്തോളാന്ന്? ഈ മീഡിയാസിന് ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫോക്കസ് ഓൺ ദ കേസ്. ഓക്കെ സാർ. കയ്യിലെടുത്ത കേസിലെല്ലാം 100% വിജയം നേടി ഹയർ ഒഫീഷ്യൽസിന്റെ അടുത്ത് നിന്നും സബോർഡിനേറ്റ്സിന്റെ അടുത്ത് നിന്നും സൽപ്പേര് വാങ്ങി അതിഉത്തമനായ പോലീസ്. ഗുഡ് മോർണിംഗ് സാർ. സാറേ, മാഡത്തിന്റെ സിസ്റ്റർ ഇടാൻ പോകുന്ന പേപ്പർ ആടാ സാറേ ഇത്. എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞ് അയച്ചതാ. ഭോജപ്പ സാർ, പ്രിപ്പയർ ഫോർ ദി അറസ്റ്റ്. യെസ് സർ. അല്ല സാറേ, ഇത് അവനാണ് ചെയ്തതെന്ന് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ സാറേ. പറഞ്ഞത് ചെയ്യും. സഞ്ജീവ് ഉണ്ടോ? സഞ്ജീവ് എവിടെയെന്ന്? മോള് മമ്മം കഴിച്ചോ? വെരി ഗുഡ്. അമ്മ വന്നില്ലേ ഡാഡി? വന്നില്ലേ? വന്നില്ലേ? റിമൂവ് ദി ക്ലോത്ത്. പറയടാ, കുട്ടികളെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? അറിയില്ല സർ, കുട്ടികളെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഭോജപ്പ, കിഡ്നാപ്പ് ചെയ്തത് നീ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. കുറ്റം നീ ഏറ്റു പറയുകയാണെങ്കിൽ കോർട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാകേണ്ടി വരും. സാർ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ഇവന് വേണ്ടി ഇവന്റെ ഭാര്യയും ഫ്രണ്ടും വന്നിട്ടുണ്ട് സാറേ. എന്തിനാ അറസ്റ്റ് ചെയ്ത വാറണ്ട് ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞ് അയക്കടോ. സാറേ, അത് പിന്നെ ഇവന്റെ ഫ്രണ്ട് ജേർണലിസ്റ്റാണ് സാറേ. അല്ല, സഞ്ജീവിനെ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ കോർട്ടിൽ വന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? സർ, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല സർ.
പ്ലീസ് സർ, അദ്ദേഹത്തെ വിട്ടേക്ക്. അദ്ദേഹത്തിന് എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അത് എന്ത് പ്രൂഫാന്ന് ദയവ് ഇതൊന്ന് പറയണം. സഞ്ജീവിന് ഒന്നും അറിയില്ല സർ. പുള്ളിയെ വിട്ടേക്ക് പ്ലീസ്. കുട്ടി ഇവിടെ പോയേ. അല്ല, ഞാൻ നിങ്ങളോടാ പറയുന്നത്. സാറേ, പ്ലീസ്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. നീ വാ പല്ലവി. അല്ല അല്ല ചേട്ടാ, ചേട്ടൻ വന്നേ. ഓക്കെ സർ, താങ്ക് യു. കണ്ടോട്ടാ, ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാനാ പിക്കപ്പ് ചെയ്ത. 4 AM തൊട്ട് ഒന്നും കൂടി ഇട്ടെ. ഓക്കെ സർ. എന്താടോ വിഷ്ണു ഇത്? കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാതെ അയാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് എൻക്വയറിയാ താൻ ചെയ്തത്? ആ ഓക്കെ, അയാളെ വിട്ടേക്ക്. താങ്ക് യു ഓക്കെ സർ. സർ, താങ്ക് യു. ഇനിയേ ഈ കേസ് അങ്ങോട്ട് വിട്ടിട്ട് പണ്ടാരോ എന്ന് പറയുമല്ലോ, ഉള്ള 4 ദിവസത്തില് രാമനാമം ജപിച്ച് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി കുത്തിയിരിക്കും. ചെല്ലേ. ഹലോ. അമ്മോനെ സ്കൂളിൽ കാണാനില്ല. എന്താ, നീ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചോ? ആ, സ്കൂൾ മുഴുവൻ ഞാൻ നോക്കി, എവിടെയും ഇല്ല. ക്ലാസ് റൂമില് നോക്കി, ഇല്ല. എന്താ ഒന്ന് ടീച്ചറോട് ചോദിച്ചു നോക്ക്. ചേട്ടാ, എന്ത് പറ്റി? ഇങ്ങനെ പോയെന്ന് പറയുന്നു യാസർ. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അമ്മൂന് അമ്മൂന് എന്ത് പറ്റി? ആ, യാസർ, നീ തന്നെ. ഹലോ. ഹലോ നസ്രിയ, ആ, പല്ലവി. അമ്മൂന് എന്ത് പറ്റി? പല്ലവി, ഞാൻ അമ്മൂനെ വേണ്ടിയാ സ്കൂളിലേക്ക് വന്നത്. മറ്റുള്ള പിള്ളേരൊക്കെ പോയി, പക്ഷെ അമ്മൂനെ കാണുന്നില്ല. ചോദിച്ചപ്പോ അവൾ ഒറ്റയ്ക്ക് തന്നെ പോയെന്നാ പറഞ്ഞത്. പേരൻസ് ആരും വരാതെ നിങ്ങൾ കുട്ടിയെ എങ്ങനെ അയക്കുന്നു ചോദിച്ചപ്പോ ഒറ്റയ്ക്ക് തന്നെ അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിന്നാ പറഞ്ഞത്. നമ്മളിപ്പോ എന്ത് ചെയ്യും പല്ലവി? ഹലോ പല്ലവി, കേൾക്കുന്നുണ്ടോ? ഹലോ പല്ലവി, ഹലോ ഹലോ പല്ലവി, കേൾക്കുന്നുണ്ടോ? പല്ലവി, 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 പല്ലവി. ഹലോ 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 ഹലോ, ഹലോ, ആരാ? ഞാനാ അമൃത. അമൃത. ആ, യാസർ, വണ്ടി ഒന്ന് സൈഡാ. അമൃത എന്റെ മോളാ, എന്റെ മോളാ. ഹലോ ഹലോ, ഞാൻ ഹലോ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഹലോ 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 മോനെ, ഞാൻ അമൃതയാ. എന്നെ അന്വേഷിച്ച് നീ എന്റെ ഫ്ലാറ്റിലേക്ക് വന്നെന്ന് കേട്ടു. ഹലോ ഹലോ മോനെ. ആരാടാ ഫോണില്? US നിന്ന് അമൃതയായിരുന്നു. അശ്വത്ഥാമന്റെ അമൃതയോ? ഈ അമൃത വേണ്ട, അശ്വത്ഥാമൻ വേണ്ട, എന്റെ പാസ്റ്റ് വേണ്ട, എനിക്കൊന്നും വേണ്ടടാ. എനിക്കെന്റെ മോളെ കിട്ടിയാ മതി. എന്റെ മോളെ തിരിച്ചു കിട്ടില്ലടാ. അമ്മനൊന്നും സംഭവിക്കില്ല. അവൾ തീർച്ചയായും തിരിച്ചു വരും.